അന്നത്തെ കാലഘട്ടങ്ങളിൽ ആദ്യകാലത്ത് അറിവിൻ്റെ സോഴ്സ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. അന്ന് പിന്നെ വേറൊന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് പോയി ചോദിക്കാം. നബി എന്താ പറഞ്ഞെടുത്തത് അത് വിശ്വസിച്ച് പോരാ, വേറൊന്നുമില്ലല്ലോ. അന്ന് ഹദീസ് വഴീഫ് വ്യാജന ദുർബലം അങ്ങനത്തെ ഒന്നുമില്ല. നബിനോട് പോയി ചോദിക്കുകയാണ്, നബി ഈ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്. വഹി കിട്ടിയ വിഷയമാണെങ്കിൽ നബി അപ്പം പറഞ്ഞെടുക്കും. വഹി കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നീട് വഹി കിട്ടുമ്പോൾ വിശദീകരിച്ചു കൊടുക്കും. അന്ന് അതാണ് സോഴ്സ്. ഖുർആനാവട്ടെ ഹദീസാവട്ടെ ഇനി ഫിഖ്ഹും അഖീദയും ഏത് വിഷയവും അന്ന് നബിയോടാണ് ചോദ്യം. പിന്നീട് നബിയുടെ ശേഷം മുതിർന്ന സ്വഹാബിമാരാണ് കൈകാര്യം ചെയ്തത്. അന്നും വേറെ ഫിത്തനകൾ അധികമൊന്നുമില്ല. മുതിർന്ന സ്വഹാബിമാർക്ക് ജീവിച്ചിരിപ്പുണ്ട്. അബൂബക്കർ ഉമർ ഖത്താബിനെ പോലെ, ഉസ്മാൻ അഫ്ഫാനെ പോലെ, അലി അബി ത്വാലിബിനെ പോലെയൊക്കെയുള്ള മുതിർന്ന സ്വഹാബിമാർ. ഈ പ്രായം കൊണ്ട് താഴെയാണെങ്കിലും അറിവുകൊണ്ട് മുകളിൽ നിന്ന ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ തുടങ്ങിയവരും അവരൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അന്നും മതത്തിൻ്റെ പേരിൽ വ്യാജം പ്രചരിപ്പിക്കാൻ പലപ്പോഴും പറ്റൂല. ഓലൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവരോടൊക്കെ ചോദിക്കും. ഇമാം അഹമ്മദ് പറയുന്നുണ്ട്, ശരിയായ പണ്ഡിതന്മാർ ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ തെരുവ് വിളക്കുകളെ പോലെയാണ്, സ്ട്രീറ്റ് ലൈറ്റാണ്. സ്ട്രീറ്റ് ലൈറ്റ് മൊത്തം റോട്ടുമ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകുമ്പോൾ ടോർച്ച് വേറെ വേണ്ടല്ലോ. നമ്മളെ പേരിൻ്റെ മുമ്പ് വരെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പള്ളിക്ക് വരുമ്പോൾ ടോർച്ച് എടുക്കാതെ പോരും. ഒരു വസ്തുവില്ല, കാരണം ഫുള്ള് ലൈറ്റ് സ്ഥാപിച്ചു, നല്ല സുഖമായിട്ട് നമുക്ക് പോകാം. സ്ട്രീറ്റ് ലൈറ്റാണ് ഒരു ആലിം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വെളിച്ചത്തിൽ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് നടന്നു പോകാൻ പറ്റും. അതാണ് ഇമാം അഹ്മദ് പറഞ്ഞത്, പണ്ഡിതന്മാർ മആലിമു തുറുഖ്, വഴി അടയാളങ്ങളാണ്, വഴിയിലുള്ള വെളിച്ചങ്ങളാണ്, അടയാളങ്ങളാണ് ഉലമാക്കൾ. ഒരു ആലിമ വലിച്ചു പറയുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കിടന്നു ഫീസായി നഷ്ടം. ഞാൻ സ്ഥാനത്ത് വാൾ ലൈറ്റുണ്ടെങ്കിൽ ഉപകാരം കിട്ടും, ഇല്ലെങ്കിൽ കാലാകാലം അവിടെ ഇട്ടിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് പറഞ്ഞ പോലെ ആലിമീങ്ങൾ ധാരാളമുണ്ട്. ആരോട് പോയി ചോദിച്ചാലും കൃത്യമായി ദീൻ്റെ വശം കിട്ടും. ഞാൻ സ്വഹാബിക്ക് അറിയില്ലെങ്കിലോ അറിയില്ല എന്ന് പറയും. ഒപ്പിച്ചുണ്ടാക്കി പറഞ്ഞിട്ട് മനുഷ്യൻ പയച്ചു പോവില്ല. ഇന്നെത്തും വരെ ഫിത്നതാണ്. അറിയില്ല എന്നാരും പറയില്ല, എന്തേ പറഞ്ഞു കൊടുക്കും. എന്തായാലും വിശ്വസിച്ചിട്ട് വാങ്ങൽ ചെയ്യും. വേറെ ആളെ കണ്ടിട്ട് ചോദിക്കുമ്പോഴേക്കാലായ അങ്ങനെ ആ ഹദീസ് ഇല്ലല്ലോ പറയും. എന്നോട് പറഞ്ഞല്ലോ, അയാളെന്തേ പറഞ്ഞു പോലില്ല, അങ്ങനെ ഹദീസില്ല, അല്ലെങ്കിൽ ഹദീസ് ഉണ്ട്. അത് മറ്റാൾ പറഞ്ഞല്ലോ സ്വഹീ അല്ലാന്ന്, അല്ല അത് സ്വഹീ തന്നെയാണ്. അപ്പോഴേക്ക് ഇപ്പം ചിലപ്പോൾ കുറേ കാലം ഒരു അമൽ ഒഴിവാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് ആ പ്രശ്നമില്ല. അന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും, അറിയുമെങ്കിൽ മാത്രം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ധൈര്യമായി അത് ദീൻ അന്വേഷിക്കാം. ശരിയായ ദീന് മാത്രമേ കിട്ടുള്ളൂ.